ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ഏപ്രിൽ മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. മകരക്കൂറ് മകരലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ 3-ൽ സഞ്ചരിക്കുകയാണ്. സൂര്യൻ ഏപ്രിൽ 14-ന് 3-ൽ നിന്നും 4-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2-ന് 3-ലേക്ക് രാശി മാറുന്നു. ബുധൻ ഏപ്രിൽ 11-ന് 3-ലേക്ക് രാശി മാറുന്നു. നീചരാശിയിലേക്കാണ് ബുധൻ രാശി മാറുന്നത്. ഗുരു 6-ൽ സ്ഥിതി തുടരുന്നു. ശുക്രൻ ഏപ്രിൽ 19-ന് 4-ൽ നിന്നും 5-ലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. രാഹു 2-ലും കേതു അഷ്ടമത്തിലും സ്ഥിതി തുടരുന്നു. അതായത് ഏപ്രിൽ മാസത്തിൽ ചൊവ്വ ബുധൻ ഈ 2 ഗ്രഹങ്ങൾ 3-ലേക്ക് രാശി മാറുന്നു എന്നതും, സൂര്യൻ 4-ൽ ഉച്ചസ്ഥിതനാകുന്നു എന്നതും, ശുക്രൻ 5-ൽ സ്വക്ഷേത്രത്തിലേക്ക് മാറുന്നു എന്നുള്ളതുമാണ് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ 3-ലാണ് എങ്കിലും ആ ശനി കമ്പസ്റ്റിലാണ്. അപ്പോൾ 18 വരെ ശുക്രൻ സുഖസ്ഥാനത്തുണ്ട്. എങ്കിലും സുഖസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 3-ലാണ്. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 3-ൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പം ചിലർക്ക് ആ 3-ൽ അഷ്ടമഭാവാധിപൻ്റെ സ്ഥിതി വരുന്നു. അപ്പോൾ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പെയിന്, ബാക്ക് പെയിന്, അതുപോലെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. 4-ാം ഭാവത്തിൻ്റെ 12-ലാണ് ആ സുഖസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. അതുപോലെ 14 മുതൽ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ൽ ഉച്ചസ്ഥിതനാകുകയാണ്. അഷ്ടമഭാവാധിപൻ 4-ൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പം കുടുംബത്തിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ മാത്രമല്ല ഈ ഹൃദ്രോഗ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ അവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ കുടുംബത്തിൽ അല്പസമാധാനക്കുറവൊക്കെ ഉണ്ടാകാം അഷ്ടമഭാവാധിപൻ 4-ൽ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ. അതേസമയം 4-ൽ ശുക്രൻ ഏപ്രിൽ 18 വരെ ആ ശുക്രൻ 4-ലുള്ളതും, അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11 മുതൽ നീചസ്ഥിതനാകുന്നതും, പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള പ്രിവൻറ്റീവ് കെയറിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനാകും. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഏപ്രിൽ 18 വരെ 4-ലുണ്ട്. ആ 10-ലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. ഏപ്രിൽ 19 മുതൽ ആ ശുക്രൻ ത്രികോണസ്ഥാനത്ത് 5-ലേക്ക് രാശി മാറുന്നു. അതുപോലെ 10-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ്. സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ 10-ൽ ആ ശുക്രൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകും. വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഗുണാനുഭവം കൂടുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് പോകാതെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ 14 മുതൽ സൂര്യൻ ഉച്ചരാശിയിൽ നിന്ന് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സൂര്യൻ്റെ ദൃഷ്ടി നീച ദൃഷ്ടിയാണ്. ചൊവ്വ, ഗുരു ഒക്കെ തന്നെ 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 19 മുതൽ ശുക്രൻ 5-ലേക്ക് മാറുന്നു. അപ്പോൾ തൊഴിലിൽ ഒരു ട്രാൻസ്ഫർമേഷന് സാധ്യത കാണുന്നുണ്ട്.
ഇപ്പം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് റിസർച്ച് വർക്ക്, ഹെൽത്ത് ഫീൽഡ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഇൻഷുറൻസ്, അക്കൗണ്ടിങ് മേഖല, ബാങ്കിങ് മേഖല, ഇപ്പോൾ ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം 10ൽ സൂര്യൻ്റെ ദൃഷ്ടി നീചദൃഷ്ടിയാണ്. അപ്പോൾ സർക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല. അപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ചിലപ്പോൾ തൊഴിലിടത്ത് ചിലർക്ക് ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, ഇത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. തൊഴിലിടത്ത് കൂടുതൽ വിനയം ഉണ്ടാകേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സ്ഥിതി കാണുന്നു. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ലാത്ത മാസം എന്ന് പറയാം. 10 വരെ ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ആദ്യ പകുതി ബിസിനസ്സിൽ നേട്ടങ്ങളൊക്കെ കൂടാവുന്ന സമയമാണ്. അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധന് രാഹുവുമായിട്ടൊക്കെ യോഗം ഉള്ള ആ ബന്ധമുള്ള സമയമായതുകൊണ്ട് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ ശ്രദ്ധിക്കണം. കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 11 മുതൽ ആ ബുധൻ നീചരാശിയിലേക്ക് മാറുന്നതിനാൽ അവസാനത്തെ പകുതി ബിസിനസ്സിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. അതേസമയം 19 മുതൽ ശുക്രൻ 11 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്, കലാകാരന്മാർ, ഇപ്പോൾ കലാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഈ സമിതികൾ, അവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം ഈ ബുധൻ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് 9. ഭാഗ്യഭാവാധിപനാണ് ബുധൻ. ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ 11 മുതൽ നീചസ്ഥിതനാണെങ്കിലും ആ 9 ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ വിദേശത്തൊക്കെ വിപണനം നടത്തുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് വഴിതെളിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 10 വരെ 2-ലുണ്ട്. അതിനുശേഷം 3-ലേക്ക് മാറുന്നു. ബുധൻ 6ഉം 9ഉം ഭാവാധിപനാണ്. അപ്പോൾ പഠനത്തിൽ വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അതേസമയം ബുധനും രാഹുവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ചിലർക്ക് പഠനത്തിൽ ചെറിയ ആലസ്യമോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒക്കെ ചിലപ്പം വന്നേക്കാം. എങ്കിലും 9ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നീചരാശിയിൽ 11 മുതൽ വരുന്ന സമയമായതുകൊണ്ട് 9ാം ഭാവാധിപന് നീചത്വം വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർ സീനിയർ അധ്യാപകരുമായിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അവർ ഇൻ്ററാക്ട് ചെയ്ത് അവരുടെ ഗൈഡ് ലൈൻസ് അവരുടെ ഗൈഡൻസ് നമ്മൾ സ്വീകരിച്ച് പഠനത്തിലൊക്കെ പോകുന്നവർക്ക് പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് മുതിർന്നവരുടെ, സീനിയർ അധ്യാപകരുടെ, ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം വാങ്ങാനുള്ള ശ്രമം വേണം. പൊതുവെ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും. എങ്കിൽ തന്നെയും കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധന് നീചസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ സൂര്യൻ്റെ 4-ലേക്കുള്ള രാശിമാറ്റം, അത് 11 മുതൽ 9ാം ഭാവാധിപനായ ബുധൻ 9-ൽ ഉച്ചദൃഷ്ടിയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ ഉന്നത പഠനം, ഗവേഷണം ഇവകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷമൊക്കെ സ്വീകരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. മാത്രമല്ല 19 മുതൽ 5ാം ഭാവാധിപനായ ശുക്രൻ 5-ൽ തന്നെ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അതും പഠിതാക്കൾക്ക് പഠനത്തിൽ ഫോക്കസ് കൂടുന്നതിനും അതുപോലെ ഈ ബുധൻ്റെ നീചസ്ഥിതി കൊണ്ടുള്ള ദോഷം പരിഹരിക്കുന്നതിനും ഈ 5ാം ഭാവാധിപനായ ഗുരുൻ ആ ക്ഷേത്രത്തിൽ വരുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 3-ലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ശനിക്ക് അല്പം മൗഢ്യസ്ഥിതി ഉള്ള സമയമാണ്. 2-ൽ രാഹുവുണ്ട്. അതുപോലെ 10 വരെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ധനസ്ഥാനത്തുണ്ട്. അതുപോലെ ധനസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ധനകാരകനാണ് ഗുരു. 11ാം ഭാവാധിപനായിട്ടുള്ള കുജനും 3-ലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ
ഈ 19 മുതൽ ഈ 11-ാം ഭാവരാശിയിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ധനസ്ഥിതി പൊതുവെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ സഹോദരങ്ങൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ ധനനേട്ടത്തിനും സാധ്യത കാണുന്നു. ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ലോൺ വഴിയും ധനം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ഇപ്പോൾ ഈ ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുവഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകാം. കലാകാരന്മാർക്ക് ധനനേട്ടം ഉണ്ടാകാം. അതുപോലെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങൾ, കേസുകൾ ഒക്കെ ഉള്ളവർക്കും അതുവഴിയും സാമ്പത്തിക ഗുണം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം 12-ൽ ഈ ശനി അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. 12-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. 12-ാം ഭാവാധിപനെ ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ധനച്ചെലവ് കൂടുന്നതിന് ഇടയാക്കും. എങ്കിലും അത് അനാവശ്യ ചെലവല്ല. പക്ഷേ ഭാവിയിൽ നമുക്കെന്തെങ്കിലും ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും ആ 12-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7-ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ നമുക്കറിയാം ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റാണ്. അപ്പോൾ അത് 7-ൽ ഗ്രഹങ്ങളില്ല, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും 7-ലില്ല. ഇപ്പോൾ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ 4-ലാണ്. അത് പൊതുവെ അനുകൂലമാണ്. ശുക്രൻ 4ഉം 5ഉം രാശികളിൽ ആണ് സഞ്ചരിക്കുന്നത്. അപ്പം പൊതുവെ വിവാഹം ആലോചിക്കുന്നവർക്കൊന്നും വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ 5-ാം ഭാവാധിപനായ ശുക്രൻ 4-ൽ സ്ഥിതി വരുന്നത് കൊണ്ട് ചിലപ്പോൾ, പ്രത്യേകിച്ച് 5 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രണയത്തിൻ്റെയൊക്കെ സ്ഥാനമാണ്, ചിലപ്പോൾ പ്രണയ പങ്കാളിയൊക്കെ ഭവനത്തിലൊക്കെ ഏതെങ്കിലും രീതിയിൽ വരുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കമിതാക്കൾക്ക് ഏപ്രിൽ മാസം പൊതുവെ ഫേവറബിളായിട്ടുള്ള ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. 5-ൽ ശനിയുടെ ദൃഷ്ടി ഉണ്ട് എങ്കിലും ശനി ജന്മലഗ്ന രാശ്യാധിപനായതുകൊണ്ട് വലിയ ദോഷം കാണുന്നില്ല. അതുപോലെ ദാമ്പത്യ ബന്ധവും പൊതുവെ സന്തോഷകരമാകും. എങ്കിലും ശനി, അതുപോലെ സൂര്യൻ, അതുപോലെ ശനി ചൊവ്വ, ഈ ഗ്രഹങ്ങളുടെ ബന്ധം അത് 3-ലാണ് വരുന്നത്. 2-ലാണെങ്കിൽ രാഹുണ്ട്, വാക്സ്ഥാനത്ത് രാഹുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനത്ത് ശനി രവി, അതുപോലെ ശനി കുജൻ. അപ്പോൾ ഇവ ബന്ധം വരുമ്പോൾ കഴിവതും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നവർക്ക് മാരിറ്റൽ റിലേഷൻഷിപ്പ് പൊതുവെ സന്തോഷകരമാകും. കുടുംബജീവിതം സന്തോഷകരമാകുന്ന സമയമാണ്. ഇപ്പോൾ 4-ൽ ആ ശുക്രൻ്റെ സ്ഥിതി അതിന് വഴിതെളിക്കും. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഈ പഴയ വീട്, അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ, അല്ലെങ്കിൽ വിൽക്കാനാകാതെ കിടക്കുന്ന വസ്തു, ഇവയൊക്കെ ചിലപ്പോൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ലാണ്, അതിൻ്റെ 12-ലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം 18 വരെ ശുക്രൻ സുഖസ്ഥാനത്തുണ്ട്. അത് നമുക്ക് പുതിയ വാഹനമോ അല്ലെങ്കിൽ ഭവനം മോടി പിടിപ്പിക്കുന്നതിനോ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ആ ശുക്രൻ 4-ൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പൊതുവെ മാതാവിനൊക്കെ തൊഴിലൊക്കെ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുകയും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും. അതേസമയം അവസാനത്തെ പകുതി അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ൽ ഉച്ചസ്ഥിതനാകുകയാണ്. അപ്പോൾ 8-ാം ഭാവാധിപൻ 4-ൽ വരിക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം. അത് ചിലപ്പോൾ കുടുംബത്തിൽ സന്തോഷക്കുറവുണ്ടാകാം. അവസാനത്തെ പകുതി അവിടെ ശ്രദ്ധിക്കണം. അതേസമയം ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്തുടർച്ച അല്ലെങ്കിൽ ഭാഗവസ്തുക്കൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ 4-ാം ഭാവാധിപനായ ചൊവ്വ ഭാവത്തിൻ്റെ 12-ലായതുകൊണ്ട് പൊതുവെ കുടുംബത്തിൽ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2-ൽ രാഹുവുണ്ട്, കുജനും ശനിയുമായിട്ടുള്ള ബന്ധമൊക്കെ വരുന്നതുകൊണ്ട് കുടുംബത്തിൽ കഴിവതും നമ്മൾ കുടുംബ ചെലവുണ്ടാകാം. കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ 8, 9, 22, 23, 26, 27
ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം. സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കണം. ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ഈ ഏപ്രിൽ മാസത്തെ, പ്രത്യേകിച്ച് മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. പക്ഷേ ഈ ഫലത്തിൽ മാറ്റങ്ങൾ വരാം. അത് ഈ കുറിൽ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയുടെ സ്വാധീനം കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ദശ, അപകാരം, ഛിദ്രമൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ്, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളതിന് അനുസരിച്ചായിരിക്കും ഞാൻ ഈ പറഞ്ഞ പൊതുബലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സംശയം വരാം, മകരക്കൂറ് എന്ന് പറയുന്നതും മകരലഗ്നം എന്ന് പറയുന്നതും ഒന്നാണോ ഒന്ന്. അപ്പോൾ മകരക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ മകരലഗ്നം വരികയുള്ളൂ. അപ്പോൾ അവർ ഓരോ നക്ഷത്രത്തിലും ആ ജനിക്കുന്ന സമയമനുസരിച്ച് ലഗ്നരാശി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മകരക്കൂറുകാർക്ക് അവരുടെ മകരലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. കാരണം ആ ഫലവും ഈ ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേട്ടാലേ ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിനേക്കാളും വളരെ സൂക്ഷ്മവും വളരെ കൃത്യതയുമാണ് ലഗ്നഫലം. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.